വെൽക്കം ടു ടൈനി ടോക്സ്. ഞാൻ സൂര്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാ പാരൻസിന്, അതായത് പെൺകുട്ടികളുള്ള പാരൻസിന് ഉള്ള ഒരു ഡൗട്ടായിരിക്കും എപ്പോഴാണ് കുഞ്ഞുകാല കാത് കുത്തേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ കേസിലും എനിക്കിത് ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു. ഇതെപ്പം കുത്തണം, ഏത് സമയത്ത് കുത്തുന്നതാണ് നല്ലത്. മോൾക്ക് ഞാൻ 6ാം മാസത്തിലാണ് കാത് കുത്തിയത്. അപ്പോൾ ആ ഒരു എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കുത്തുന്നോ അപ്പോൾ അവർക്ക് അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു കുറച്ചൊരു ഇങ്ങനെ കളിക്കുന്ന ഒരു ടൈമാണ്, ഇപ്പോൾ ചെവി പിടിച്ചിട്ടോ അങ്ങനെ ഒരു കളിക്കുന്ന സമയത്ത് കുത്തുമ്പോൾ കുറച്ചും കൂടി പെയിൻഫുള്ളായിരിക്കും. ഇതാണ് അവരധികം ടച്ച് ചെയ്യില്ല. ചെറിയൊരു കുഞ്ഞു മാവുകളാണെങ്കിൽ ചെവി പിടിച്ചിട്ടോ അങ്ങനെ കുറച്ച് വളർന്നാലോ ചെവി പിടിച്ച് കളിക്കുക, അവർ ബോധറായിരിക്കില്ലല്ലോ കുഞ്ഞു വാവകളാകുമ്പോൾ. അപ്പം പെട്ടെന്ന് തന്നെ ക്യൂറാവാൻ ഈസി എനിക്കൊന്ന് കുറച്ചുകൂടി കുഞ്ഞാവായിരിക്കും. അപ്പം എന്ന് ഇയർ പിയേഴ്സ് ചെയ്യാൻ അങ്ങനെ ഫിക്സഡ് ടൈമൊന്നുമില്ല, ഐ മീൻ ഫിക്സഡ് ഏജ് ഒന്നുമില്ല. അതിപ്പോൾ ഏത് സമയത്തും ആവാം. ചില ട്രഡീഷൻ അനുസരിച്ചിട്ട് 28 തന്നെ കുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോഴേക്കേ കുത്തുള്ളൂ. എൻ്റെ 2-3 കസിൻസിൻ്റെ കേസിലാണെങ്കിൽ കല്യാണത്തിൻ്റെ സമയത്ത് കുത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ ആൾക്കാരുടെ ഫാമിലി പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. എന്നാലും ഓൾമോസ്റ്റ് പെൺകുട്ടികളുള്ള പാരൻസിന് ഏറ്റവും ഇപ്പോൾ ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കേസാണ് എപ്പം കാത് കുത്തണം. ഞാനും ഈ ബേബി ജനിച്ച ആ ഒരു സമയം മുതൽ തന്നെ പെൺകുട്ടികളുള്ള പാരൻസ്, അതായത് നമുക്കറിയുന്ന റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവർ മോള് ജനിച്ചതിന് ശേഷം ഞാൻ അവരായിട്ട് പല ആൾക്കാർക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഭാവിക്ക് എപ്പാണ് കുത്തിയതെന്ന്. അപ്പം ഞാൻ മോസ്റ്റ്ലി അറിഞ്ഞത് ഒരു എത്രയും പെട്ടെന്ന് കുത്തുന്നതോ എത്രയും പെട്ടെന്ന് കാത് കുത്തുന്നതോ അത്രയും നല്ലതാണ്. എന്നുവെച്ചാൽ അവർക്ക് അത്രയും പെയിൻ ഉണ്ടാവില്ല, പെട്ടെന്ന് ക്യൂർ ആവാനും അതായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടി വലുതാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ക്രാങ്കി ആക്കി നമുക്ക് പിടിച്ചാൽ കിട്ടൂല. ഈ കുഞ്ഞു വാങ്ങുന്ന നമുക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ കാത് കുത്താനും എളുപ്പമായിരിക്കും. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഹീൽ ആവാനും എളുപ്പമായിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ 2 ടൈപ്പിൽ നമുക്ക് കുത്തുന്നുണ്ട്. ഒന്ന് നമ്മൾ പഴയ നീഡിൽ വെച്ചിട്ട്, ഇപ്പം ജ്വല്ലറി, ഇപ്പം പണ്ടത്തെ ട്രഡീഷണൽ തട്ടാറിൻ്റെ അടുത്ത് പോയിട്ട് നീഡിൽ വെച്ചിട്ട് പിയേഴ്സ് ചെയ്യും. പിന്നെ ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഗണ്ണ് വെച്ചിട്ടാണ്. അതാണെങ്കിൽ സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും, പഴുക്കുമെന്നുള്ളൊരു ടെൻഷനില്ല, പിന്നെ പെയിൻഫുള്ളും അല്ല. ആ ഒരു സ്പോട്ടിൽ കുത്തുന്ന ആ ഒരു ടൈമിൽ മാത്രമുള്ള പെയിനേ ഉള്ളൂ. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാത് കുത്തുന്നതിനേക്കാളും മുന്നേ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്താൽ അപ്പോൾ നമ്മൾ ബേബീൻ്റെ ഹെൽത്തും കൂടിയും നല്ലോണം നോക്കണം. അപ്പം ബേബിക്ക് വല്ല ജലദോഷമോ പനിയോ അങ്ങനെയുള്ള സമയത്ത് കുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഹെൽത്തി ആയിട്ടുള്ള ടൈം കുത്തുന്നതായിരിക്കും നല്ലത്. അതേപോലെ ജ്വല്ലറിയിലോ നിങ്ങളേതാ പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ച് കുത്താൻ പോകുന്നതിനേക്കാളും മുന്നേ അവർക്ക് കറക്റ്റ് ഫീഡ് ചെയ്തിട്ട് കുത്താൻ പോവാം. ബേബീൻ്റെ ഫീഡിങ്ങും നല്ലൊരു ഉറക്കവും എല്ലാം കഴിഞ്ഞിട്ട് കുത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവർ കുറച്ചും കൂടി നല്ല മൂഡിലായിരിക്കും. പിന്നെ ഒബ്വിയസ്ലി അവർ പെണ്ണുകൊണ്ട് സ്പോട്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ ചെയ്യുന്നത്. പിന്നെ പോകുമ്പം കയ്യിൽ അവർ എൻഗേജ്ഡ് ആക്കാൻ, അവരൊന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫേവറേറ്റ് ടോയും കൂടി കയ്യിൽ കരുതാം. ടോയ് തന്നെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവില്ല, ഏതെങ്കിലും റാറ്റിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ടോയോ അങ്ങനെ എന്തെങ്കിലും മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും വരുന്ന അവർ എൻഗേജ് ആക്കാൻ പറ്റിയ എന്തെങ്കിലും ടോയ് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ എന്തെങ്കിലും ഇപ്പം 6 months കഴിഞ്ഞ ഒരു ബേബി ആണെങ്കിൽ ഫീഡിങ് ബോട്ടിൽ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കാം ചെയ്യാൻ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സ് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ്, ഇപ്പം വൺസീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വൺസീസോ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇങ്ങനെ അവരെ കഴുത്തിലൂടെ അയക്കുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ കുത്തിയ പാടുണ്ടല്ലോ, ഒബ്വിയസ്ലി തട്ടുമ്പോൾ എന്തെങ്കിലും വേദന ഉണ്ടാവും. അപ്പം അത് അങ്ങനെ ഇങ്ങനെ പൊക്കിയെടുത്ത് അയക്കുന്ന ഡ്രസ്സ് ഇടാതിരിക്കുക. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് എന്തായാലും ഉണ്ടാവും. ഇപ്പം ഫ്രോക്കോ അങ്ങനെയുള്ളതാണെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ട് ബാക്ക് ഓപ്പൺ ഉള്ളതോ അങ്ങനെ എന്തെങ്കിലും ഈസി ആയിട്ട് കഴുത്തിലൂടെ അല്ലാതെ അയക്കാൻ പറ്റുന്ന ഡ്രസ്സ് ധരിക്കാം. പിന്നെ അതുപോലെ ഫസ്റ്റ് ഒബ്വിയസ്ലി ഇപ്പം നമ്മൾ ഗണ്ണിലാണെങ്കിൽ അവർ തരുന്ന സ്റ്റഡ് തന്നെ ആയിരിക്കും ഇടുന്നത്. ഇപ്പം ഗണ്ണിലാണെങ്കിൽ ഒബ്വിയസ്ലി
അതിൻ്റെ കൂടെയുള്ള സ്റ്റഡാണ്. ഇപ്പം നിങ്ങൾ നീഡിലായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്റ്റഡ് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് നോക്കുക. കുഞ്ഞ് റൗണ്ടോ അല്ലെങ്കിൽ കുഞ്ഞ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഷാർപ്പ് എൻഡ്സോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഇപ്പം ഷാർപ്പ് പിന്നെ തൂങ്ങുന്ന ടൈപ്പ് അല്ലാത്ത ചൂസ് ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ കുട്ടികളല്ലേ, അവിടെ എവിടെയും പെട്ടെന്ന് എന്തെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ അവർക്ക് ഹേർട്ട് ചെയ്യാൻ അവർക്ക് വല്ലാതെ അത് ഹേർട്ടാവും. അപ്പോൾ കുഞ്ഞു സ്റ്റഡാണ് ഫസ്റ്റ് ഒരു പേളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞി സ്റ്റഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അവർക്കതിൽ എവിടെയും കുടുങ്ങിയിട്ട് അവർക്കത് വേദന കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താ ശ്രദ്ധിക്കുക, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുക. ഇപ്പം സ്റ്റെറിലൈസ്ഡ് ഇപ്പം ഗണ്ണിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വരുന്ന ചാൻസ് വളരെ കുറവാണ്. പിന്നെയും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. എന്നുവെച്ചാൽ വരില്ല എന്നാണ് അവർ 100% ഗ്യാരണ്ടി പറയുന്നത്. എന്നാലും കോട്ടൺ ബോളിൽ ഉപ്പുവെള്ളം തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൊടുക്കുക. റബ്ബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക മാത്രം ചെയ്യാം. അപ്പം ഇത് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കാം. അപ്പം എന്തെല്ലാം തരം ഇൻഫെക്ഷനാണ്, ഇൻഫെക്ഷൻ എങ്ങനെയല്ല എന്നുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ചെവിൻ്റെ അതായത് അവരെ ഇയറിൻ്റെ ചുറ്റും ഇങ്ങനെ റെഡ് എന്തെങ്കിലും കളർ കാണുന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ്റെ ഒരു സൈനാണ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉപ്പുവെള്ളം കവിയാൽ ഓൾമോസ്റ്റ് നമുക്ക് ക്യൂർ ആവും. എന്നിട്ടും ഈ 1 വീക്ക് തന്നെ ഈ റെഡ്നെസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് കാണിക്കുന്നതായിരിക്കും ബെറ്റർ. അത് 1 വീക്ക് ഒന്നും ആക്കണ്ട, ഒരു 2-3 ഡേ, ഒരു 1 ഡേ ഒരു 2 ഡേയ്സ് ആയിട്ടും ഈ റെഡ്നെസ് ഉപ്പുവെള്ളം കൊണ്ട് ഇതാക്കിയിട്ട് പോകുന്നില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുന്നതന്നെയായിരിക്കും ബെറ്റർ. എന്താ വെച്ചാൽ പിന്നെയും കൂടിയാൽ ഉള്ളിലുള്ള ഇൻഫെക്ഷൻ നല്ലോണം ആയാൽ വല്ലാത്ത ഇടങ്ങാറായിരിക്കും. പിന്നെ അതുപോലെ വല്ല പസ്സോ ഫ്ലൂയിഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ അടുത്ത് പോകുന്നതാണ് ബെറ്റർ. ഇൻഫെക്ഷൻ്റെ കുറച്ചും കൂടി ഇതായിട്ട് ഇൻഫെക്ഷൻ വരുന്ന ഒരു സൈനാണ് പസ്സും സ്വെല്ലിങ് എല്ലാം ഉണ്ടാവുന്നെങ്കിൽ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പോയി കാണിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ എന്തെങ്കിലും റെഡ് കളർ ആയിട്ടുള്ള ഒരു കുരു പോലെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പോയി കാണിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില കുട്ടികൾക്ക് ഈ ഒരു സൈനൊന്നും ഉണ്ടാവില്ല, പനി ഉണ്ടാവും. അങ്ങനെ കാത് കുത്തി വരെ പനി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തന്നെ മെഡിസിൻ എടുക്കാണ്ട് ഡോക്ടറിനെ കാണിച്ച് മെഡിസിൻ എടുക്കാം. ഇതെല്ലാം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഗണ്ണ് വെച്ചിട്ട് തന്നെയായിരുന്നു കുത്തിയത്. ഇൻഫെക്ഷനൊന്നും ഒക്കെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ക്യൂറായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 മന്ത് വരെ ആ ഗണ്ണ് ഉള്ള സ്റ്റഡ് തന്നെയായിരുന്നു യൂസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഗോൾഡിൻ്റെ ചെറിയൊരു സ്റ്റോണിൽ സ്റ്റഡ് വിട്ടുകൊടുത്തു. ഇപ്പോഴും അതിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 ഇയർ മുന്നേ സ്റ്റഡ് ഇയർ പിയേഴ്സ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.